അവന്റെ പുറകെ എന്തോരം പെൺപിള്ളേരാ, എന്റെ പുറകെ എന്താ പെൺപിള്ളേരില്ലാത്ത. തിരിച്ചുണ്ട്, അവളെ വന്നു എന്നെ കുറെ പേര് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നൊന്നും ആരും ഇഷ്ടമെന്ന് പറയുന്നില്ല. പണ്ടിരിക്കുന്നുണ്ടായിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നെ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ പിറകെ കുറെ പയ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ എന്നെ കാണാൻ ഒരു ഭംഗിയില്ലാത്തോണ്ടിട്ടാണല്ലോ എന്റെ പിറകെ പയ്യന്മാരൊന്നും ഇല്ലാത്ത. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അടുത്ത് ഒരാൾ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഒരു സംഭവമാണല്ലേ, എന്നെ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്നെ കാണാനും കൊള്ളാല്ലേ എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ ഉള്ളിൽ വന്നു തുടങ്ങി. ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ആറ്റിറ്റ്യൂഡ് മാറി. എൻ്റെ പുറകെ ഒരു 5-6 ആൺപിള്ളേർ വേണം. ഒരു പയ്യന് ഏതൊക്കെ സ്കൂളിൽ ചിക്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് പോർഷനാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല. അത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ സെൽഫ് ഇമേജ് വളരെ കോൺഷ്യസ് ആയിട്ട് വരുന്നു. ഒരു അഡോളസെന്റ് പീരീഡിൽ അത്രയും കോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ട് കളയാം, അത് വലുതാവുമ്പോൾ ശരിയായിക്കോളും, മെച്ചൂരിറ്റി വരുമ്പോൾ ശരിയായിക്കോളും, ഇത് പ്രായത്തിന്റെ അല്ലേ എന്ന് പറഞ്ഞ് കളയുന്ന ഒരുപാട് കേസസ് ഉണ്ട്. ശരിക്കും സെൽഫ് ഇമേജ് ഇല്ലാത്തതാണ് ഈ അഡോളസൻസിന്റെ ഇഷ്യൂ. സെൽഫ് ഇമേജ് ഇല്ലാത്തതിൻ്റെതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് അവർക്ക്. ഓക്കെ, സെൽഫ് ഇമേജ് മീൻസ് ഇറ്റ് ഗീവ്സ് എ കോൺഫിഡൻസ് ഫോർ ദം. ഞാൻ ഇന്നതാണ്, എനിക്കിതാണ്, ഞാനിതാണ്, ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും അവർ ഫ്രീഡമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിക്സഡ് സെൽഫ് ഇമേജ്.